ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ലഭിക്കണ റേഷനരി ഉണ്ട്, അത് വെച്ചുണ്ടാക്കണ ബിരിയാണിയാണ്. അത് നമുക്ക് റേഷനരി വെച്ച് തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സാധാ ബിരിയാണി എന്തോരം എടുക്കും അതേ രീതിയിലാണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ സാധാ ഒരു കപ്പിലാണ് അളന്നെടുക്കുന്നത്. നമ്മളൊരു 3-3.5 കപ്പോളം അരി ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരിയിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളഞ്ഞ് ചേറ്റിയെടുത്തിട്ട് വേണം നമ്മൾ ഈ അരി ഉപയോഗിക്കാനായിട്ട്. കാരണം റേഷൻ അരിയിൽ ചെറുതായിട്ട് കരടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ അരിയിൽ, ഞങ്ങളുടെ അരിയിൽ കരട് അങ്ങനെ ഉണ്ടായില്ല. ഉള്ള അരിയാണ് എടുക്കണമെങ്കിൽ അത് നന്നായിട്ട് കളഞ്ഞെടുത്തിട്ട് വേണം, കറുത്ത അരികളൊക്കെ കളഞ്ഞെടുത്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമ്മൾക്കിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി ഒരു 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കുക. ഇത്തിരി ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് നോക്കാം. കഴുകിയെടുത്ത് കഴിഞ്ഞ് നമ്മളിത് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലൊരു മണിക്കൂറോളം കുതിരാനിട്ട് വെച്ച് കഴിഞ്ഞ് നമ്മളിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 7 ഗ്ലാസോളം വെള്ളം ആവശ്യമുണ്ട്. ആ 7 ഗ്ലാസോളം വെള്ളം നമുക്ക് അളന്നെടുക്കാം. ഇനി നമുക്കിങ്ങനെ ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി 3 സവാള ചെറുതാക്കി നുറുക്കിയെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമ്മൾ 1/2 ഡാൽഡയാണ് ഉപയോഗിച്ചേക്കണത്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഡാൽഡ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കിസ്മസ് ഇട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുവിധം ബ്രൗണിഷ് കളറാകുമ്പോൾ അത് വറുത്ത് കോരുക. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പില ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വറുത്തെടുക്കാവുന്നതാണ്. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതും കോരി മാറ്റാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 സവാള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന രീതിയിൽ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് സമയം എടുക്കും നമുക്ക് വഴണ്ട് കിട്ടാനായിട്ട്. ഇതൊരു ബ്രൗണിഷ് കളറായി ഫ്രൈ ആവണ വരെ നമ്മളിത് വറുത്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അതൊന്ന് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു വലിയ കഷ്ണം ക്യാരറ്റ് ചെറുതാക്കി നുറുക്കി വെച്ചേക്കുന്നതാണ്. അതും നമ്മൾ ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരുവിധം വറുത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക്, ഏലക്ക, പട്ട, അതുപോലെ തന്നെ നമ്മുടെ പട്ടയുടെ ഇല, പെരുംജീരകം, ഇതൊക്കെ കൂടി ഇട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ചെറിയ നന്ന മണം എന്ന രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ വേണം നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് സ്പൈസസ് നല്ല മണം വന്ന രീതിയിൽ ചെറുതായിട്ട് ഫ്രൈ ആവുന്ന രീതിയിൽ ഇതൊന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറുത്തെടുത്തതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന നമ്മുടെ അരിയാണ്. അരി നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഗ്യാസ് ചെറുതാക്കി കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരുവിധം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അളന്ന് വെച്ചിരുന്ന 7 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അരി വേവാനുള്ള ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടി ഞങ്ങൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നമ്മളെ റേഷൻ അരി ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെമൺ പിഴിഞ്ഞൊഴിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ചെറിയ ലെമൺ ആണെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് വറുത്ത് വെച്ചേക്കണം നമ്മുടെ സവാള, അതുകൂടാതെ ക്യാരറ്റ്, കറിവേപ്പില, കിസ്മസ്, ഇതൊക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൻ്റെ പകുതി മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഉപ്പും ഇതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുവിധം തിളച്ച് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. വേവിച്ചതിന് ഒരുവിധം വെള്ളം പറ്റാറാവുന്ന രീതിയിൽ നമ്മളിതിലേക്ക് ബിരിയാണി എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബിരിയാണി എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബിരിയാണി എസൻസും വാനില എസൻസും കൂടി മിക്സ് ചെയ്താണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരുവിധം നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡെക്കറേഷനായിട്ട് വെച്ചിരുന്ന നമ്മുടെ സവാളയും കിസ്മസും കറിവേപ്പിലയൊക്കെ കൂടി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷനിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റേഷൻ അരി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സാധാ ബിരിയാണി പോലെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.